Hi guys! ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ലൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോണറിന്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടോണർ ഉപയോഗിച്ചാൽ കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന കരിമങ്കല്യം, അതുപോലെ തന്നെ കറുത്ത പാട്, പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്, പാച്ചസ്, മുഖക്കുരു വന്നു പോയിട്ടുണ്ടാവുന്ന തഴമ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ റിമൂവ് ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിൻ ടോൺ ഒരു 2-3 ഷെയ്ഡ്സ് ഇംപ്രൂവ് ആക്കി കൊണ്ടുവരാനായിട്ടും ഈ ഒരു ടോണറിന് കഴിവുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്ന ഈ ഒരു ടോണറിനകത്ത് മെയിൻ ആയിട്ട് ചേർത്തിരിക്കുന്ന ഒരാളാണ് നാൽപ്പമരാതിയുടെ പൗഡർ കേട്ടോ. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ആ ഒരു നാൽപ്പമരാതിയുടെ ആ ഒരു ചൂർണം തന്നെയാണ്, അല്ലെങ്കിൽ പൗഡർ തന്നെയാണ്. ഇത് നമുക്ക് പച്ചമരുന്ന് കടയിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് ഈ ഒരു പൗഡർ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പൗഡർ ഏകദേശം ഈ കാണിക്കുന്ന അളവിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു 20-25 ഗ്രാമോളം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ കാണിക്കുന്ന പ്ലേറ്റിനകത്തുള്ള ഒരു കൂട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് വേറൊരു പാത്രത്തിനകത്തേക്ക് അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. ഈ ഒരു നാൽപ്പമരാതിനെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്ക് നാൽപ്പമരാതിയുടെ ഓയിൽസ് അവൈലബിൾ ആണ്. നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു നാൽപ്പമരാതിയുടെ ഓയിൽ സൂപ്പറായിട്ട് വർക്ക് ചെയ്യും നമ്മുടെ ഫേസിൽ. പക്ഷേ മിക്ക ആൾക്കാർക്കും സൂട്ടാവും, കുറച്ച് പേർക്കെങ്കിലും അത് പിമ്പിൾസ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ചേരാത്തവരെന്തായാലും അത് ഉപയോഗിക്കാൻ നിൽക്കണ്ട. ഓക്കെ ആയോട് ഉപയോഗിച്ചോളൂ, നോ പ്രോബ്ലം, നല്ല കാര്യമാണ്. പിന്നെ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കയുടെ പൗഡറാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെല്ലിക്കയുടെ പൗഡർ ഇല്ല, കടുക്കയുടെ പൗഡർ ഉണ്ടെങ്കിൽ കടുക്കയുടെ പൗഡർ ഉപയോഗിക്കാം. ഇതൊരു ഓപ്ഷനിലാണ്. ഓപ്ഷൻ മീൻസ് നമുക്ക് നെല്ലിക്കയുടെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ കടുക്കയുടെ പൗഡർ ചേർക്കാം. മസ്റ്റായിട്ടും ചേർത്തിരിക്കണം. കാരണം നമ്മുടെ നാൽപ്പമരാതിയുടെ ഈ ഒരു ചൂർണം ഭയങ്കര ഹീറ്റാണ് കേട്ടോ, ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്കതൊന്ന് തണുപ്പിക്കാനായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ഈ ഒരു നെല്ലിക്കയുടെ പൗഡർ. നെല്ലിക്കയുടെ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടുക്കയുടെ പൗഡറും ചേർക്കാം. കടുക്കയും നല്ലതാണ്. കടുക്ക നമുക്ക് കുത്തി ചതച്ചിട്ടും ഇട്ട് കൊടുക്കാം, അതല്ല പൗഡർ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കടുക്ക നല്ല രീതിക്ക് നല്ല തണുപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂടും നമുക്കൊന്ന് അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെല്ലിക്കയുടെ പൗഡറും കൂടി ചേർത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നാളത്തേക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം, അതായത് DM വാട്ടർ കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്താലും മതി. ഫ്രിഡ്ജിൽ വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം കൂടി ചേർത്ത് നമ്മളതങ്ങ് വറ്റിക്കാനായിട്ട്, അതായത് കഷായം ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് അങ്ങ് തിളപ്പിച്ച് വറ്റിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. നമുക്കിതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് 1-2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ നമുക്കത് പാതിയായിട്ട് വറ്റി കിട്ടണം. ഓക്കെ, ഒരു 20-25 മിനിറ്റോളം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടണം. ആരും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അതിന് വെള്ളം ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നമ്മുടെ നാൽപ്പമരാതിയുടെ ആ ഒരു വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് സമയം കൊടുക്കാം കേട്ടോ. തണുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു നാൽപ്പമരാതിയും അതുപോലെ തന്നെ നെല്ലിക്കയും കൂടി ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത കഷായം നല്ല രീതിക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പ് ഉപയോഗിച്ചിട്ടങ്ങ് അരിച്ച് മാറ്റണം കേട്ടോ. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ച് അരിച്ച് മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്കിത് ടോണറാണല്ലോ, അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലിട്ട് സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതിന് ചെറിയ രീതിക്ക് തരിപ്പൊക്കെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് സ്പ്രേ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തുണി ഉപയോഗിച്ച് അരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സാധാരണയായിട്ട് നാൽപ്പമരാതി കേരം അല്ലെങ്കിൽ നാൽപ്പമരാതി തൈലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാട്ടും ഇൻഗ്രീഡിയൻസ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 10-12ഓളം ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഓയിൽ മേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. മിക്ക ആൾക്കാർക്കും സൂട്ടാവും, ഓയിൽ സ്കിന്ന് വരെ ഉള്ള ആൾക്കാർക്ക് വരെ അത് സൂട്ടായിട്ടുള്ള ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മിക്ക ആൾക്കാർക്കും സൂട്ടാവും. റയറായിട്ട് മാത്രമേ അത് ചേരാത്ത വ്യക്തികൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ആ ഒരു കേരം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. നാൽപ്പമരാതി ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് എന്താണെന്നുള്ളവർ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്തേക്ക് നമ്മുടെ ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ ആലോവേറ ജെൽ ഈ ഒരു ടോണറിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ നോർമൽ ആലോവേറ ജെൽ, ഈ ഒരു ഓർഗാനിയുടെ ജെല്ല് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിലുണ്ടാകുന്ന തരതരായിട്ടുള്ള കുരുക്കളാണെങ്കിലും പിമ്പിൾസ് ആണെങ്കിലൊക്കെ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോർമൽ ആലോവേറ ജെല്ല് യൂസ് ആക്കാനായിട്ട് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത് കേട്ടോ കസ്റ്റമേഴ്സിന്. ഈ ഒരു ജെല്ലിനകത്ത് നമ്മൾ ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് കൂടി ചേർത്തുകൊണ്ടാണ് ആ ഒരു കളർ കേട്ടോ, ചെറിയൊരു ഗ്രീനിഷ് കളറായിട്ട് നമുക്ക് കാണുന്നത്. അതല്ലാതെ നമ്മൾ അതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രീൻ ടീ ലീഫിയുടെ ആ ഒരു കളറാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് ആ ഒരു ജെല്ല് കൂടി നമ്മൾ 1 ടീസ്പൂൺ ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടോണർ റെഡി
കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് വേണമെങ്കിൽ ഗ്ലിസറിനോ ഓയിൽസൊക്കെ ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫേസ് ഒന്ന് വലിയാതിരിക്കാൻ വേണ്ടിയിട്ട്. വലിച്ചിലൊന്നും ഉണ്ടാക്കില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ മാത്രം ഇതിനകത്തേക്ക് ഗ്ലിസറിനോ അല്ലെങ്കിൽ ഓയിൽസ് ഇറ്റിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒത്തിരി നമുക്ക് ആവശ്യമില്ല, കാരണം ഇതിനകത്ത് മിക്സ് ആവത്തില്ല. അപ്പോൾ ഇച്ചിരി അങ്ങ് നമ്മൾ ഇറ്റിച്ച് കൊടുക്കാനും മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെ ഓരോ തവണ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിക്ക് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടോണറിൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ ഈ ഒരു ടോണർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ ഇത് ഉപയോഗിക്കുന്നത് ഒരു ദിവസത്തിൽ 2-3 തവണയൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്കിത് പഞ്ഞിയിൽ മുക്കിയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അതിപ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം, നിങ്ങൾ ആ രീതിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് തുണി ഉപയോഗിച്ചിട്ട് അടിച്ച് മാറ്റിയിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മളിത് ഫ്രിഡ്ജിലൊരു 10-15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം വരെയൊക്കെ നമുക്കിത് കേടുകൂടാതെ എടുത്ത് വെക്കാൻ പറ്റും. DM വാട്ടർ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 10 ദിവസം കൊണ്ട് തന്നെ ഉപയോഗിച്ച് തീർക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.